അങ്ങനെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പഠിച്ചിട്ടുള്ള മസ്ജിദാണ്, പള്ളി ദർസാണ് അൽ ഖറവിയ്യീൻ. പള്ളി ദർസിൽ എങ്ങനെ ഈ സയൻസ് പഠിക്കൽ? ആ പള്ളിക്ക് ഒരുപാട് തൂണുകളുണ്ട്. ഒരു തൂണിൽ ഒരു ഉസ്താദ് ഇരിക്കും. അദ്ദേഹം എന്താണ് പഠിപ്പിക്കുന്നത്? അൽ ഫിസിയ, ഫിസിക്സ്. മറ്റൊരു തൂണിൽ ഒരു മാഷിരിപ്പുണ്ട്, അദ്ദേഹം പഠിപ്പിക്കുന്നത് അൽ കീമിയ, കെമിസ്ട്രി. വേറെ ഒരു ചുവരിൽ ഒരാളിരിക്കുന്നു, അദ്ദേഹം പഠിപ്പിക്കുന്നത് അൻ നബാതാത്ത്, ബോട്ടണി. വേറെ ഒരാൾ പഠിപ്പിക്കുന്നത് അത്ത് തഫ്സീർ, വേറെ ഒരാൾ അൽ ഹദീസ്, വേറൊരാൾ ഫിഖ്ഹ്. ഇങ്ങനെ പള്ളിയുടെ തൂണുകളാണ് ഓരോ ക്ലാസ് മുറികൾ. ആ തൂണുകളിൽ നിന്ന് പഠിച്ചു വന്ന സയൻറ്റിസ്റ്റുകൾ, പടിഞ്ഞാറൻ രാജ്യം യൂറോപ്പ് ശാസ്ത്രത്തിൽ മുന്നേറുന്ന നാടുകളാണെന്ന് പറയുമ്പോൾ യൂറോപ്പിന് ഈ വെളിച്ചം പകർന്നു കിട്ടിയത് മൊറോക്കോയിൽ നിന്നാണ്. മൊറോക്കോയിൽ നിന്ന് കടൽ കടന്നാൽ സ്പെയിനിലെത്തും. 14 കിലോമീറ്റർ തോണിയിൽ അല്ലെങ്കിൽ നീന്തി കടന്നാലും മതി. തമിഴ്നാട്ടിലെ പുലികൾ, തമിഴ് ഈലം പുലികൾ, തമിഴ് ടൈഗേഴ്സ്, അവർ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ നീന്തി കടക്കാറുണ്ട്. പാക്ക് കടലിടുക്ക് അത്രയേ ഉള്ളൂ, 14 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ. ജിബ്രാൾട്ടർ കടലിടുക്ക് നീന്തി കടന്നുകൊണ്ടാണ്, ആ കടലിടുക്ക് കടന്നിട്ടാണ് യൂറോപ്പിലേക്ക് ഇസ്ലാം എത്തിയത്. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. അങ്ങനെയാണ് യൂറോപ്പിന് വെളിച്ചം കിട്ടിയത്. അൽ ഖറവിയ്യീൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ജാമിഅ എന്നതാണ് പിന്നെ ജാമിഅ എന്നായി മാറിയത്. പള്ളിയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോൾ അതിന് ജാമിഅ എന്നായി. നമ്മുടെ പള്ളി ദർസ് അത് കോളേജ് ബിൽഡിങ്ങിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? കോളേജ് എന്ന് പറയും. അത്രയേ വ്യത്യാസമുള്ളൂ. ജാമിഅത്തുൽ ഖറവിയ്യീൻ്റെ ചുറ്റുഭാഗത്തും തൊഴിൽശാലകളാണ്. കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും അയേണിൻ്റെയും കോട്ടൺ ടെക്സ്റ്റൈലുകളുടെയും കളറിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡൈയിങ്, വിവിധ തരം ഇൻഡസ്ട്രികളാണ്. അവിടെ തൊഴിൽ ചെയ്യുന്ന മുഴുവൻ ആളുകളും വന്ന് ദിവസം 1 മണിക്കൂറെങ്കിലും പഠിക്കും. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഗവേഷണപരമായ വിദ്യാഭ്യാസവും എല്ലാം പഠിപ്പിച്ച് ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന വിഷയങ്ങൾക്ക് 1200 വർഷങ്ങൾക്ക് മുമ്പ് മാതൃക കാണിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അൽ ഖറവിയ്യീൻ. പിന്നെ ലോകത്ത് വന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്? സൈത്തൂന ടുണീഷ്യയിൽ, ഖുർത്തുബ സ്പെയിനിൽ, ഇമാം ഖുർത്തുബിയുടെ നാട്, അൽ അസ്ഹർ ഈജിപ്തിൽ. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്യന്മാർ, ഇംഗ്ലീഷുകാർ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നത്. ഈയിടെ ഞാൻ ആർട്ടിക്കിൾ വായിച്ചു. സെനത് കൊടുക്കുമ്പോൾ വലിയൊരു കോട്ടിടുന്നുണ്ട്. നമ്മുടെ ദർസുകളിലൊക്കെ ഉണ്ട്, ബിരുദം കൊടുക്കുമ്പോൾ ഒരു കോട്ടിടും. എന്നാൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു കോട്ടിടുന്നത് കാണാം. തലയിലൊരു ചട്ടിത്തൊപ്പിയോ ഉണ്ടാകും. ഇപ്പോൾ ഒരു തൊപ്പിയുടെ മുകളിൽ ഒരു പലക വെച്ചിട്ടുള്ള ഒരു സാധനമാണ് യൂണിവേഴ്സിറ്റിക്കാർ കൊടുക്കുന്നത്. ഇത് അൽ ഖറവിയ്യീൻ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ അന്യമതക്കാരായ ആളുകൾ വന്ന് പഠിച്ചിരുന്നു. ആ മസ്ജിദിനോട് ചേർന്ന് പഠനം വികസിച്ചപ്പോൾ യഹൂദികളും ക്രിസ്ത്യാനികളൊക്കെ അവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി. അവർ പഠിച്ചു പോകുമ്പോൾ അവർക്കും സനത് കൊടുക്കുമ്പോൾ ഈ കോട്ടും ബാഗി ജലബിയ ജിൽബാബ് എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്, കോട്ടുകൾ ധരിക്കും. അപ്പോൾ നേരത്തെ കുബ്ബ വെച്ച തൊപ്പികളായിരുന്നു. മിസ്രികളുടെ ചുവന്ന കുബ്ബയും അതിനു ചുറ്റും വെള്ളക്കെട്ടും, ഷാമികളുടെ തലയെക്കെട്ട് വലിയ ഒരുപാട് ഞെറികൾ വെച്ച് ഇങ്ങനെ ചുറ്റി വരുന്ന ഷാം നാട്ടുകാരുടെ, സിറിയ, ജോർദാൻ പോലുള്ള അവിടുത്തെ ഇറാഖികളുടെ മറ്റൊരു തലയെക്കെട്ട്. അപ്പോൾ ഈ പലക വന്നത് എവിടെ നിന്നാണ്? അതിനെക്കുറിച്ച് 2 അഭിപ്രായമാണ്. അത് പിന്നീട് പാസ്റ്റർമാർ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റികൾ വന്നപ്പോൾ അവിടെ ക്രിസ്ത്യൻ മുത്തഅല്ലിമുകൾ തന്നെയാണ് അവരുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചത്. നമ്മുടെ മുത്തഅല്ലിമുകൾ മസ്ജിദുകളിൽ ഉഖ്ലൈദിസും അഫ്ലാക്കും മൈബസിയും അതുപോലെ അതിൽ ഫൽസഫയും ഹന്തസയും ഹിസാബും മാത്തമാറ്റിക്സും അൽജിബ്രയും ഒക്കെ പഠിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ യൂണിവേഴ്സിറ്റികളിൽ ക്രിസ്ത്യൻ മുത്തഅല്ലിമുകളാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഒരു വേഷമാണ് പിന്നെ യൂണിവേഴ്സിറ്റികളിലേക്ക് വന്നത് എന്ന് ചിലർ പറയുന്നു. എന്നാൽ ഒരഭിപ്രായം,
അന്തലസിലെ ജനങ്ങൾ മുസ്ഹഫ് വെക്കാൻ വേണ്ടി തലയ്ക്കു മുകളിൽ, തലപ്പാവിന് മുകളിൽ ഒരു പലക വെക്കുമായിരുന്നു. ആ പലകൻ്റെ മുകളിലാണ് മുസ്ഹഫ് വെക്കുക. അതുകൊണ്ട് ആ മാതൃകയിലാണ് ഈ പലകാ സിസ്റ്റം വന്നത് എന്നും അഭിപ്രായപ്പെടുന്നു. ഏതായിരുന്നാലും ഈ ജാമിഉകളിൽ നിന്ന്, മസ്ജിദുകളിൽ നിന്ന് ജാമിഅയായി മാറിയതാണ് യൂണിവേഴ്സിറ്റി. പേരിടുന്നതിനെ പറ്റി വഫാ സാഹിബ് പറഞ്ഞുവല്ലോ. അപ്പോൾ ഒരു ജാമിഅ എന്ന് പറയുന്നത് ചുരുങ്ങിയത് 3 കുല്ലിയെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഒരു ജാമിഅ ആയി മാറുന്നത്. 3 കോളേജ് ഉണ്ടെങ്കിലേ ഒരു സ്ഥാപനത്തെപ്പറ്റി ജാമിഅ എന്ന് പറയൂ. കർണാടകയിലേക്കൊക്കെ പോയാൽ നിങ്ങൾ ചെറിയ മദ്രസക്കും ജാമിഅ എന്നാണ് അവർ പേര് വെച്ചിട്ടുണ്ടാവുക. അവിടെയൊക്കെ പഠിപ്പിച്ചിരുന്ന എല്ലാതരം ശാസ്ത്രങ്ങളും ഭാഷകളും, അക്കാലത്ത് ഹിബ്രു ഭാഷയാണ് പഠിപ്പിച്ചിരുന്നത്, അതുപോലെ സുറിയാനി ഭാഷയാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നീട് പേർഷ്യക്കാർ ലോകത്ത് മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഷ പേർഷ്യനായി. ഇന്ത്യയിലേക്ക് വന്ന വൈജ്ഞാനിക വിപ്ലവത്തിൽ സെൻട്രൽ ഏഷ്യ വഴി ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അങ്ങനെ ഡൽഹിയിലേക്ക്, ഡൽഹിയിൽ നിന്ന് തെക്കോട്ട് വന്ന ആ ഒരു വിജ്ഞാന രീതിയിലൂടെ നമ്മുടെ കിതാബുകളിൽ തന്നെ ഫാരിസി പദങ്ങൾ കാണാം, ഇല്ലേ? ഫാരിസി അറിയുന്നവർ കൈപൊക്കുക. പറഞ്ഞ മാതിരി എല്ലാവർക്കും അറിയാം. ഫാരിസി അറിയാത്തവർ കൈപൊക്കുക. ഫാരിസി എല്ലാവർക്കും അറിയാം. മീസാൻ ഓതിയിട്ടില്ലേ? ലമീർ ദറോ എല്ലാവരും ഓതിയില്ലേ? ഇപ്പോൾ ഫാരിസി എല്ലാവർക്കും അറിയാം. ഫാരിസി അറിയുന്നവർ കൈപൊക്കുക. എല്ലാവർക്കും അറിയാം അല്ലേ? മീസാൻ ഓതിയിട്ടുണ്ട്. എന്നൊക്കെ മന്ദിക്കോതുമ്പം കുട്ടികൾ പഠിക്കുന്നുണ്ട്. റൂഹുൽ ബയാൻ മറിച്ചാൽ അതിൽ കാണാം അങ്ങനെയുള്ള വചനങ്ങൾ. അപ്പോൾ പേർഷ്യൻ ലാംഗ്വേജ് മുതഅല്ലിമുകളുടെ ദർസിൻ്റെ ലാംഗ്വേജ് ആയിരുന്നു ഒരു കാലത്ത്. അന്നത്തെ കുറേ സയൻസുകൾ പഠിപ്പിച്ചിരുന്നത് ആ ഭാഷയിലായിരുന്നു. ഇന്ന് ഇന്ത്യക്കാരെ പോലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞ കുറഞ്ഞ രാജ്യങ്ങൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് മുതഅല്ലിമുകൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഫാരിസി ദർസ് മസ്ജിദിൽ വെച്ച് പഠിപ്പിക്കാമെങ്കിൽ ഇംഗ്ലീഷും മസ്ജിദിൽ വെച്ച് തന്നെ പഠിപ്പിക്കാം. ഖുലാസയും ഉഖ്ലൈദിസും തശ്രീഹുൽ അഫ്ലാക്കും ഫൽസഫയും മസ്ജിദിൽ വെച്ച് പഠിപ്പിക്കാമെങ്കിൽ പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും സോഷ്യോളജിയും സൈക്കോളജിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കൊമേഴ്സും ബിസിനസ് സ്റ്റഡീസും എല്ലാം മസ്ജിദിൽ വെച്ച് തന്നെ പഠിപ്പിക്കാം. അതാണ് നമ്മുടെ പഴയകാല ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മുതഅല്ലിമുകൾ എന്തായിരിക്കണം? ആധുനിക സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്ന തിയറികൾ. പക്ഷെ ആധുനിക സൈക്കോളജിസ്റ്റുകളെല്ലാം കോപ്പി അടിച്ചതാണ്. നേരത്തെ വഫാ സാഹിബ് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്, എറിക് ബേൺ എന്ന് പറഞ്ഞാൽ TA സൈക്കോളജി എന്ന് നാട് നീളെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സൈക്കോളജിയാണ്. എറിക് ബേൺ എന്ന് പറഞ്ഞാൽ സ്വയം തൂങ്ങിച്ചത്ത ആളാണ്, സൂയിസൈഡ് ചെയ്ത ശാസ്ത്രജ്ഞനാണ്. ലോകത്തറിയപ്പെട്ട സയൻറ്റിസ്റ്റുകൾ, ഈ സൈക്കോളജിസ്റ്റുകൾ മുഴുവനും സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. ഡാനിയൽ കാർലൈൽ, ഫ്രോയിഡ് ഇവരെല്ലാം സ്വന്തം ഫാമിലി ലൈഫ് പൊളിഞ്ഞവർ, സൂയിസൈഡ് ചെയ്തവർ ആണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവരാണ്. എന്നാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഇസ്ലാമിക സൈക്കോളജിസ്റ്റുകൾ അവർ മനഃശാസ്ത്രത്തിലൂടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് മരിക്കുന്ന സമയത്ത് ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും കുളിച്ചൊരുങ്ങി റെഡിയായി കഫംപുട എടുത്തു വെച്ചിട്ട് അസ്രായിലിനെ സ്വീകരിച്ച ആളുകളാണ്. ഇത് എവിടെ നിന്നാണ് സ്റ്റുഡൻറ് സൈക്കോളജി നമുക്ക് പഠിക്കാനുള്ളത്? ഇത് മെഡിക്കൽ സ്റ്റുഡൻസും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും കോളേജിൽ പോകുന്നവരും മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് തഅലീമുൽ മുതഅല്ലിം. പുസ്തകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായിക്കാമല്ലോ. അറബിയിൽ കിതാബ് എന്നാ പറയാ. തഅലീമുൽ മുതഅല്ലിം, സ്റ്റുഡൻസിന് വേണ്ട എല്ലാ ബിഹേവിയർ, എല്ലാ ഗുണങ്ങളും അതിൽ പറയുന്നുണ്ട്. ആദാബുൽ മുതഅല്ലിം ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് ശർഹുൽ മുഹദ്ദിബിൻ്റെയും മറ്റും ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ, അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ
എന്ന് പറഞ്ഞ പുസ്തകം, കിതാബ്, അത് വായിച്ചാൽ ഒരു സ്റ്റുഡൻറ്റിനുണ്ടാകേണ്ട ജീവിത വിജയത്തിൻ്റെ എല്ലാ മാർഗവും അതിൽ പറയുന്നുണ്ട്. പുസ്തകം വായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം ഏതാണ്? ഗാർഡനിൽ, അല്ലേ? ഉദ്യാനത്തിലിരുന്ന് വായിക്കാൻ കഴിയോ? ഇല്ല, കാറ്റ് കൊള്ളും, നല്ല സുഖമുണ്ടാകും. വൈകുന്നേരം വരെ ഇരുന്നാലും 10 പേജ് തീരൂല, കാരണം ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, അടഞ്ഞ മുറിയിലാണ് വായിക്കേണ്ടത്, ആരും വരാത്ത ശല്യമില്ലാത്ത സ്ഥലങ്ങളിൽ. ഇന്നിപ്പോൾ പുതിയ ലൈബ്രറികളൊക്കെ രൂപപ്പെടുത്തുമ്പോൾ ആ രീതിയിൽ ഐസൊലേറ്റഡ് കോർണറുകൾ വായിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യുകയാണ്. മുതഅല്ലിമിന് വേണ്ട ക്വാളിറ്റീസ് അതാണ്: ദക്കാഉൻ വഹിർസുൻ വസ്തിബാറുൻ വബുൽഗത്തുൻ വഇർഷാദു ഉസ്താദിൻ വതൂലു സമാനി. ബുദ്ധി വേണം. ബുദ്ധി എങ്ങനെ ഉണ്ടാവുക? ബുദ്ധി നാം വിചാരിച്ചാൽ ഉണ്ടാകുമോ? IQ പരിശോധിച്ചാൽ ഒരുവിധം ആളുകളുടെയൊക്കെ IQ നല്ല ഉഷാറായിരിക്കും. നമ്മുടെ നാട്ടിലെ കർഷകൻ്റെയും ഒരു സയൻറ്റിസ്റ്റിൻ്റെയും IQ പരിശോധിച്ചാൽ ചിലപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ബുദ്ധിയുണ്ട്. ബുദ്ധിയെ ട്യൂൺ ചെയ്യുകയാണ് വേണ്ടത്. ബുദ്ധിയെ ട്യൂൺ ചെയ്യാൻ ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ റെമഡിയൽസ് സൊല്യൂഷനുകളുണ്ട്. ബുദ്ധിയെ കീപ്പ് ചെയ്യാൻ വേണ്ടി സലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ മരുന്നുകൾ പറയുന്നുണ്ട്. കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമി. കൊഴുപ്പ് അത് വിഷം ആണ്, പോയ്സണാണ്. അതുപോലെ കയ്പ് കൂടുതലെടുത്ത് കഴിക്കരുത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം. മറ്റൊന്ന്, ഭക്ഷണം കുറച്ച് കഴിക്കണം. കുറച്ച് കഴിക്കുമ്പോൾ ബുദ്ധിയും കൂടും ആരോഗ്യവും കൂടും എന്നാണ് പറയുന്നത്. താജുൽ ഉലമ റഫഅ അല്ലാഹു ദറജതഹ, താജുൽ ഉലമ അനുസ്മരണ ഗ്രന്ഥം ഇപ്പോൾ എല്ലാവരും വായിക്കുന്നുണ്ട്, അല്ലേ? SYSൻ്റെ ബുക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. മലയാളം അറിയുന്നവരൊക്കെ, ഞാൻ നേരത്തെ ചോദിച്ചത്, മലയാളം എഴുതാനും വായിക്കാനും എല്ലാവരും പഠിക്കണം. കാരണം ഈ നാട്ടിൽ ഇപ്പം മലയാളം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇൽമിൻ്റെ വലിയൊരു ലോകം നഷ്ടപ്പെടും. കേരളീയർക്ക് വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു വാതായനം, വലിയൊരു ബഹറായിരുന്നു അറബി മലയാളം. ഇന്നും മദ്രസകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ 10,000-ലേറെ കിതാബുകളാണ് വിജ്ഞാനത്തിൻ്റെ ലോകത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത്. അറബി മലയാളം, അതുപോലെ ഇപ്പോൾ മലയാളം, നമുക്കറിയുന്നൊരു ഭാഷയും നമ്മൾ ഒഴിവാക്കി കളയരുത്, അത് നിലനിർത്തണം. അപ്പോൾ താജുൽ ഉലമ അനുസ്മരണം ഇപ്പോൾ നാട്ടിൽ ഒരു ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് എല്ലാ ആബാലവൃദ്ധം ജനങ്ങളും വായിക്കുകയാണ്. എന്നാൽ നൂറുൽ ഉലമയുടെ കൃതിയുണ്ട്, അനുസ്മരണ കൃതി. അത് വായിച്ചാൽ നിങ്ങൾക്കറിയാം അവരുടെ ജീവിതത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിരുന്നു. ഒന്ന്, കുറഞ്ഞ ഉറക്കം, കുറഞ്ഞ ഭക്ഷണം. ഉറക്കം കുറഞ്ഞാൽ ബുദ്ധി വർദ്ധിക്കും, ഭക്ഷണം കുറഞ്ഞാലും ബുദ്ധി വർദ്ധിക്കും. 2 നേരമേ ഭക്ഷണം, യഥാർത്ഥത്തിൽ ചൂടുകാലത്ത് പ്രത്യേകിച്ചും 2 നേരമേ ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ. ചിലർ വിചാരിക്കും ഇതൊക്കെ കിതാബ് പറയുന്നുണ്ടെങ്കിലും അത് മാത്രം നടക്കൂല. നടക്കണമെങ്കിൽ ഒരാൾക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് വേണം? 4 കാര്യങ്ങൾ, അല്ലേ? എന്തൊക്കെ? അസ്മു വേണം, തീരുമാനിക്കണം. 2ാമത് ചെയ്യാൻ തുടങ്ങണം. 3ാമത് അത് കണ്ടിന്യൂ ചെയ്യണം. 4ാമത്തേത് തുടർന്നുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂ ചെയ്യുന്ന 40 ദിവസം. ഇപ്പം ചൂട് തുടങ്ങി. ഇവിടെ ഫെബ്രുവരി 15 മുതൽ മഴക്കാലമാകുന്നത് വരെ 2 നേരം ഭക്ഷണം. കൊഴുപ്പുള്ളതൊക്കെ പ്രത്യേകിച്ച് ഒഴിവാക്കുക. പ്രത്യേകിച്ച് കിണറുകളിലൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയാൽ പാത്രം കഴുകാൻ കുറച്ച് വെള്ളം മതി, കൈ കഴുകാൻ കുറച്ച് വെള്ളം മതി, ചിലവ് ചുരുക്കാൻ കഴിയും. കുളിക്കാനും കുറച്ച് വെള്ളം മതിയാകും. കാരണം ഇറച്ചി മീനും കൂട്ടുന്ന ആൾ വിയർപ്പ് കൂടുതൽ വാസനിക്കും, അപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ബുദ്ധി വർദ്ധിക്കാൻ ഭക്ഷണത്തെ നിയന്ത്രിക്കണം. അതുപോലെ ബുദ്ധി കൂടാൻ പറ്റിയ പലതരം ഔഷധങ്ങളുണ്ട്, അതൊക്കെ ചോദിച്ച് പഠിച്ചോളാം. അത്തരം മരുന്നുകൾ, ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളിലൂടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നെ ബുദ്ധിയെ ട്യൂൺ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വിഷ്വലൈസേഷൻ,
വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തു നോക്കുക. എന്താണ് ഇൽമ്? അസ്സൂറത്തുൽ ഹാസുലത്തു ഫി ദിഹ്നി, മനസ്സിൽ രൂപപ്പെടുന്ന പിക്ചറാണ് ഇൽമെന്ന് പറയുന്നത്. പിക്ചർ, ചിത്രമാണ്. ഇപ്പം സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് നമുക്കറിയാം അതിൽ മെമ്മറി ഉണ്ട്, വോയിസ് മെമ്മറി ഉണ്ട്, വീഡിയോ മെമ്മറി ഉണ്ട്, ഗാലറി ഉണ്ട്. ഇതുപോലെ നമ്മുടെ തലച്ചോറിലും ഇതെല്ലാ സാധനവും ഉണ്ട്. ശബ്ദം സൂക്ഷിക്കുന്ന ഭാഗമുണ്ട്, പിക്ചറുകൾ സൂക്ഷിക്കുന്ന ഭാഗമുണ്ട്, ഖുവ്വത്ത് ഹാഫിളയുണ്ട്, ഖുവ്വത്ത് മുതസർരിഫയുണ്ട്, ഖുവ്വത്ത് ഖയാലുണ്ട്. പലതരത്തിലുള്ള ഭാഗങ്ങൾ തലയിലുണ്ട്. തലച്ചോറിൽ തെറ്റായ ചിന്തകൾ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഏത്? മൂർധാവ്. മൂർധാവിലാണ് ബാഡ് തോട്ട്സ്, തെറ്റായ തീരുമാനങ്ങൾ വരുന്നത് മൂർധാവിൽ നിന്നാണ്. സൂറത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, സൂറത്ത് അലഖിൽ, സൂറത്ത് ഇഖ്റയിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. അബൂജഹലിനോട് പറഞ്ഞതാ, നിന്റെ മൂർധാവ് ഞാൻ പിടിക്കും ഈ പനി അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ. എന്താ മൂർധാവിൻ്റെ പ്രത്യേകത? കാദിബത്തിൻ ഖാതിഅ, തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മൂർധാവാണ്. അപ്പോൾ ഈ മൂർധാവിൽ അടഞ്ഞുകൂടുന്ന നെഗറ്റീവ് എനർജികളെ, നമ്മുടെ ശരീരത്തിൽ കയറുന്ന അൾട്രാ വയലറ്റ് എനർജികളെ ഡിസ്ചാർജ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം സുജൂദ് ചെയ്യലാണ് എന്ന് ആധുനിക ഹെൽത്ത് സയൻസ് പറയുന്നു. സുജൂദിനെ പോലെയുള്ളൊരു പൊസിഷൻ. ഇവിടെ യോഗയുണ്ട്, മറ്റു പലതരം എക്സർസൈസുകളുണ്ട്, കറാറ്റയുണ്ട്, കളരിയുണ്ട്, പലതുമുണ്ട്. നെറ്റി തലത്ത് വെച്ച് ചെയ്യുന്ന ഒരു എക്സർസൈസ്, ഒരു ധ്യാനമുറ ലോകത്ത് ഒരു മതത്തിലുമില്ല, ഒരു ജാതിയിലുമില്ല. നെറ്റി യഥാർത്ഥത്തിൽ അതിൻ്റെ എന്താ പറയുക, നമ്മൾ ഫോണൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും, റീസ്റ്റാർട്ട് ബട്ടനാണ്. അവിടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നിസ്കാരം കഴിയുന്നതോടുകൂടി ബുദ്ധി വീണ്ടും അതിനെ ഒന്ന് ക്രമപ്പെടുത്തും. തലച്ചോറിലേക്ക് പലതും കയറി ചെല്ലുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സി ഡ്രൈവിൽ തന്നെ ഒരുപാട് ഫയലുകൾ നമ്മൾ വെച്ചാൽ അത് ഹാങ് ആകും. അപ്പോൾ അതിനെ ഡ്രൈവുകൾ മാറ്റി കൃത്യമായി ഫയൽ ചെയ്യണം. ഇതുപോലെ തലയിലേക്ക് ഇപ്പം തന്നെ അങ്ങനെ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. രാവിലെ മുതൽ കുറേ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ അതൊന്ന് ക്രമപ്പെടുത്തണമെങ്കിൽ ഒരു ബ്രേക്ക് വേണം. ഓൾ സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. ഒരു ബ്രീത്ത് എടുക്കാം. ഹൂ അല്ലാഹ് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ബ്രീത്ത് ചെയ്യുക. ഡീപ്പ് ബ്രീത്ത്. നീട്ടി ശ്വാസം വലിക്കുക. അതൊരു ബ്രേക്കാണ്. ഈ തലച്ചോറിന് വരുന്ന ക്ഷീണത്തെ ക്രമീകരിക്കാനുള്ളൊരു ബ്രേക്കപ്പാണ് വുളൂ ചെയ്യുക. വുളൂ ചെയ്യുമ്പോൾ മുഖം കഴുകും, വായ കഴുകും, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും, കാല് കഴുകും, പുറത്ത് കാണുന്ന അഴുക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കും. അപ്പോൾ അതൊന്ന് തണുക്കും. പിന്നെ വുളൂ ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ കാണാൻ കാരണം എന്തായിരുന്നു? എനിക്ക് പ്രത്യേക ഇബാദത്തുകളൊന്നും അങ്ങനെയില്ല. നബി തങ്ങൾ ചോദിച്ചാൽ എന്താ ബിലാൽ നിന്നെ അവിടെ കാണാൻ കാരണം? റളിയല്ലാഹു അൻഹു, വുളൂ ചെയ്യുമ്പോഴൊക്കെ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ആ വുളൂവും നിസ്കാരവും കൂടെ കഴിയുന്നതോടുകൂടി കമ്പ്യൂട്ടറിൽ ഇരുന്ന് കണക്ക് കൂട്ടി പ്രോഗ്രാം ചെയ്ത് തലപുണ്ണാക്കിയവന് ഒരു ഡിസ്ചാർജിങ്ങിലൂടെ നല്ല എനർജി തിരിച്ചു വരും. അതുകൊണ്ട് നമുക്ക് വർക്കുകൾ കൂടുതലുണ്ടെങ്കിൽ എന്തായാലും അസ്റാവാം 3:15 വരെ ഉണ്ടല്ലോ, അപ്പം 3 മണിക്ക് നിസ്കരിക്കാം എന്ന് കരുതി കണ്ടിന്യൂ ആയി ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ ഒന്ന് ഊരവേദന വരും, 1 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് എഴുന്നേൽക്കണം. മറ്റൊന്ന് ബുദ്ധിക്ക് ലോഡ് ഓവറാകും, അപ്പം മനസ്സിലാകാൻ പ്രയാസമാകും. അപ്പോൾ അതിന് റിഫ്രഷ് കൊടുക്കണം. അല്ലാഹു തആല അതാണ് സമയങ്ങൾ വളരെ കൃത്യമാക്കിക്കൊണ്ട് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, ടൈം ബൗണ്ട് ഇബാദത്താക്കിയിട്ട് നിസ്കാരത്തെ വെച്ചിട്ടുള്ളത്. അതുപോലെയുള്ള വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇവിടെ
ഈ ചരൽ മണ്ണ് ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഇനി കുറച്ച് പൈസ, സമ്മേളനത്തിന് നല്ല പൈസ കിട്ടിയാൽ മിക്കവാറും ഒന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്യും, നല്ല മരങ്ങൾ വെക്കും, പുല്ല് വയ്ക്കും. എന്നാലും കുറേ ഭാഗം അതൊന്നും വെക്കാതെ ഇടണം. ആ ചരൽ മണ്ണിലൂടെ ഒരു 10 മിനിറ്റ് ചെരുപ്പ് ചവിട്ടാതെ നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നടക്കുമായിരുന്നു. പ്രത്യേകിച്ച് രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ നബി തങ്ങൾ ചെരുപ്പ് ചവിട്ടാതെയാണ് പോവുക. അത് കാരണം പറയുന്നതിന് കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടിയാണെന്നാണ്. അത് ശരിയാണ്. അതോടൊപ്പം തന്നെ രോഗികളെടുത്ത് പോകുമ്പോൾ എന്തായാലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, രോഗികളുടെ അണുബാധ ഇങ്ങോട്ടുണ്ടാകും. അപ്പോൾ ആ മണ്ണിലൂടെ നടന്നു വന്നാൽ ആ ടോക്സിക് ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പോവുകയും ശരീരം ശുദ്ധിയാവുകയും ചെയ്യും. മണ്ണ് തൊടണം. നമ്മളെപ്പോഴാണ് മണ്ണ് തൊടുന്നത്? മരിച്ചിട്ട് കവറിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു മണ്ണ് ഉരുട്ടിയിട്ട് മുഖത്ത് വയ്ക്കും, അപ്പോഴേ തൊടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പിൽ തന്നെയാണ്. പിന്നെ ബസ്സിലും കാറിലും ലോറിയിലും ടൈൽസിലും മാർബിളിലും അങ്ങനെ തന്നെയാണ്, മണ്ണ് തൊടുന്നില്ല. സുജൂദിനെ പറ്റി തന്നെ പറയുന്നു, വകാന അക്സറു സ്വഹാബതി ലാ യസ്ജുദൂന ഇല്ലാ അലൽ അർദ്. മോസ്റ്റ് ഓഫ് ദ സ്വഹാബ വർ ബോയിങ് ഓൺ ദി എർത്ത് ഇറ്റ്സെൽഫ്. അവർ തറയിൽ തന്നെയായിരുന്നു സുജൂദ് ചെയ്യുക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ പറ്റി കാണാം. അതുപോലെ പിൽക്കാലക്കാരെ പലരെ പറ്റിയും കാണാം, അവർ തറയിൽ തന്നെയാണ് സുജൂദ് ചെയ്യുക. അപ്പം മണ്ണിൽ തന്നെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം, ഹെഡിങ് കൊടുത്തിരിക്കുന്ന അതാ, സുജൂദ് ചെയ്യുന്നത്, മണ്ണിൽ സുജൂദ് ചെയ്യുന്നതിനെ പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിൽ സുജൂദ് ചെയ്തു. എഴുന്നേറ്റപ്പോൾ നെറ്റിയിലും മൂക്കിൻ്റെ തലയിലും ചളിയുണ്ടായിരുന്നു എന്ന്. അത് പായയില്ലാത്തത് കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ ഭൂമിയുടെ ഉൽപ്പന്നങ്ങൾ, മാർബിള്, ഗ്രാനൈറ്റ്, മണ്ണിൻ്റെ ഇഷ്ടിക പോലുള്ളതിൽ, അതും അല്ലെങ്കിൽ പിന്നെ അടുത്ത ഭൂമിയുടെ പ്രൊഡക്റ്റുകൾ, പുൽപ്പായകൾ, കാർപ്പറ്റുകൾ, മുസല്ല. ഈ മുസല്ല എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ജൂതന്മാർ ഇറക്കുമതി ചെയ്തതാണത്. മുസല്ല എന്നാണ് അതിൻ്റെ പേര്, ജാനമാസ്. അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നാണ് ചില ആളുകളുടെ ധാരണ. ഇപ്പോൾ വീടുകളിലൊക്കെ ചെന്നാൽ നിസ്കരിക്കാൻ പായുണ്ട്, വേറെ എന്തുണ്ടെങ്കിലും ജാനമാസ് കൊണ്ടുവരണം. ഇത് നമ്മുടെ ഹെൽത്തും ബുദ്ധിയും കുറയ്ക്കാൻ വേണ്ടി ജൂതന്മാർ ഉൽപ്പാദിപ്പിച്ച സാധനമാണ്. അപ്പോൾ അവിടെ പരുപരുത്ത സ്ഥലത്തും അതുപോലെ വിരിക്കുകയാണെങ്കിൽ കട്ടി കുറഞ്ഞതായിരിക്കണം. വലിയ ഹെവി, നല്ല കട്ടിയുള്ള ഈ തരം സജ്ജാതകളാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇമാമിനാണെങ്കിൽ 2, 3, 4 ഉണ്ടാവും. കിടക്കൻ്റെ മുകളിൽ നിന്ന് ഇമാമ് നിസ്കരിക്കുക. ഇമാമും എല്ലാവരും ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ നിസ്കരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ കൈയിൻ്റെ അടിവശം ശരിക്കും നിലത്തമർന്ന് കാലിൻ്റെ വിരലുകൾ ഖിബിലക്ക് മുന്നിട്ടാണ് നിൽക്കേണ്ടത്. അപ്പം നൃത്തത്തിൽ നിന്ന് അതേ സ്ഥാനത്ത് നിന്ന് മടങ്ങി സുജൂദിലേക്ക് പോയാലും കാലിൻ്റെ വിരൽ മാറാൻ പാടില്ല, സെയിം പൊസിഷനിലായിരിക്കണം. അപ്പോൾ ആ വിരൽ നേരെ ഖിബിലക്ക് നേരെ നിൽക്കും. സുജൂദിൽ നിന്ന് എഴുന്നേറ്റു വന്നാൽ, എഴുത്തുദാലിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഹത്താ യസ്തവിയ ഖഫാഹ്, ആ നട്ടെല്ല് നേരെ നിൽക്കണം. അപ്പോൾ അവിടെ നേരെ നിൽക്കണം, വളഞ്ഞു നിൽക്കാൻ പാടില്ല. ഈ പൊസിഷനുകളെല്ലാം നമ്മുടെ ബുദ്ധിയെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ നോയിങ് ഈസ് നോട്ട് ഡൂയിങ്. ആർക്കാണ് അറിയാത്തത്? കൈഫിയത്തു സ്വലാത്ത് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? 100% കൈഫിയത്തു സ്വലാത്ത് അനുസരിച്ച് നിസ്കരിക്കുന്നവരാരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വളരെ വിരളമായിരിക്കും. അത് നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ, അതുപോലെ തേന്, കുന്തിരുക്കം, പല പല മരുന്നുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുബ്ബുൻ നബവിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. തുബ്ബിൻ്റെ കിതാബുകൾ ഇവിടെ ലൈബ്രറിയിലുണ്ട്. മറ്റൊന്ന് ഉത്സാഹം വേണം. പ്രൊഫസർ പറഞ്ഞു തന്നല്ലോ, അത് ഐ എം എൻജോയിങ് ബൈ ലേണിംഗ്. ആസ്വദിച്ചുകൊണ്ട് പഠിക്കണം, കൂടുതൽ സഹിച്ചിരുന്നു കൊണ്ട് പഠിക്കണം, ബുദ്ധികൂർമ്മതയുണ്ടാകണം, ടീച്ചേഴ്സിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് മുന്നേറണം. കുറഞ്ഞ കാലം കൊണ്ട് തീർക്കുന്ന കോഴ്സുകളാകാൻ പാടില്ല, ദീർഘകാലം പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ഗിഫ്റ്റഡ് നോളജ് കിട്ടുന്നത്. വആതൈനാഹു മില്ലദുന്ന ഇൽമ എന്ന് സൂറത്തുൽ കഹ്ഫിൽ കണ്ടില്ലേ? എന്താണ് മില്ലദുന്ന എന്ന് പറഞ്ഞാൽ?
നമുക്കെല്ലാം ഇൽമു കിട്ടുന്നത് അല്ലാഹു തആല നൽകിയിട്ട് തന്നെയാണ്. അല്ലാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. ഗിഫ്റ്റഡ് നോളജ് എന്ന് പറഞ്ഞാൽ ലദുന്നിയായ ഇൽമ്. അത് രണ്ട് കാര്യം പഠിക്കുമ്പോൾ ആ രണ്ടും എടുത്തൊരു പ്രയോഗം നടത്തിയാൽ മൂന്നാമത്തെ ഒരു ഇൽമ് കിട്ടും. ഹൈഡ്രജനും ഓക്സിജനും പഠിച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നോക്കിയാൽ വാട്ടർ കിട്ടും. മൻ ആമില ബിമാ അലിം അല്ലമഹുല്ലാഹു മാ ലം യഅലം. പഠിച്ച നോളജ് അനുസരിച്ച് ഒരു ആക്ഷൻ നടത്തിയാൽ അല്ലാഹു തആല അതിൽ നിന്ന് പുതിയ നോളജുകൾ കൊടുക്കും. അമൽ ചെയ്യുമ്പോൾ അല്ലാഹു തആല തലയിലേക്ക് നേരെ ഇറക്കി കൊടുക്കും. അതാണ് ലദുന്നിയായ ഇൽം. ലദുന്നിയായ ഇൽമുള്ള വലിയ മഹാന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. നമുക്കും ലദുന്നിയായ ഇൽമ് ചെറിയ തോതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഏതാണ്? നമ്മളിങ്ങനെ പഠിച്ചാൽ 1-ാം ക്ലാസ്സിൽ പഠിച്ച് 2-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 2-ാം ക്ലാസ്സിൽ നിന്ന് ആ പുസ്തകത്തിൻ്റെ അതേ ലഫ്ദുകൾ വായിക്കുമ്പോൾ നേരത്തെ കാണാത്ത ചില മീനിങ്ങുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇൽഹാമായിട്ട് കിട്ടുന്നതാണ്. അത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ തോതനുസരിച്ച് കൂടുതലായി ലഭിച്ചുകൊണ്ടിരിക്കും. സ്റ്റുഡൻസ്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും മറ്റുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വാക്കുകൾ കൂടെ പറഞ്ഞിട്ട്. ക്ഷീണമാകുന്നുണ്ടോ? ക്ഷീണമാകുന്നവർ കൈപ്പൊക്ക, ക്ഷീണമില്ലാത്തവർ കൈപ്പൊക്ക. മാഷാ അല്ലാഹ്, ഗ്രേറ്റ്. എന്നാൽ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് അഭിമാന ബോധം വേണം. എന്താ അഭിമാന ബോധം വേണ്ടത്? നാം മുസ്ലിംകളാണ്. മുസ്ലിം ആകുന്നതിൽ അഭിമാനമുള്ളവർ കൈപ്പൊക്ക. മുസ്ലിം ആയതിൽ നമുക്ക് അഭിമാനമുണ്ട്. സുന്നിയായതിൽ അഭിമാനമുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഇനി സ്റ്റുഡൻ്റ് ആയതിൽ അഭിമാനമുണ്ട്. വിദ്യാർത്ഥിയായതിൽ, പഠിക്കാൻ കഴിയുന്നതിൽ അഭിമാനമുള്ളവർ കൈപ്പൊക്ക. അല്ലെ, തൊഴിലിന് പോയിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെയ്യുന്ന വിഷയത്തിൽ അഭിമാനം ഉണ്ടാകണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായതിൽ അഭിമാനമുണ്ട്. അപ്പം അതുകൊണ്ട് എന്തുവരും? മുത്തുനബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നതിൽ അഭിമാനം ഉണ്ടാകണം. അഭിമാനമുള്ളവർ കൈപ്പൊക്ക. ഡൗൺ. തൊപ്പിയൊക്കെ ഒന്ന് എടുത്ത് പൊക്കാൻ പറ്റും എല്ലാവരും? തൊപ്പി എടുത്ത് പൊക്ക് എല്ലാവരും കാണട്ടെ. മതി. മുത്തുനബിയുടെ സുന്നത്ത് പിൻപറ്റുന്നതിൽ എന്തുണ്ട്? അഭിമാനമുണ്ട് അല്ലേ? ഉണ്ടാകണം. അത് നമുക്ക് സിനി സ്റ്റാറുകളുടെ, സ്പോർട്സ് സ്റ്റാറുകളുടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാൻസ് അസോസിയേഷൻ, അങ്ങനെ ആരുടെ ഫാനാണ് നാം? ഫാനു റസൂലില്ലാഹ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ദ ബെസ്റ്റ് റോൾ മോഡൽ ഫോർ യു ഈസ് മെസ്സഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അഭിമാനം കൊള്ളണം അതിൽ. അപ്പോൾ ഒരിക്കലും നമ്മുടെ പാൻസ് ലോ വേസ്റ്റ് ആകാൻ പാടില്ല. ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഈ വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി. പൊക്കിളിൻ്റെ താഴെ പാൻസ് ഉടുക്കുന്ന, തുണിയെടുക്കുന്ന ഒരാളും SSFകാരനായി ഉണ്ടാകാൻ പാടില്ല. ഇന്ന് സുബഹിക്ക് ഒരു ജില്ലാ സെക്രട്ടറിൻ്റെ പാൻസ് അയപ്പിച്ച് തുണിയെടുക്കാൻ പറഞ്ഞു. നിസ്കാരം ശരിയാവണ്ടേ? പൊക്കിളിന് താഴെ പാൻസ് ഉടുത്ത് ഒരു ടൈറ്റ് 2 കുടുക്കിട്ടാൽ അതിൻ്റെ ഇടയിലൂടെ ഇറച്ചി പുറത്ത് ചാടുന്നൊരു കുപ്പായം ഇട്ടാൽ നിസ്കാരം ശരിയാവുമോ? ശരിയാകില്ല. ഔറത്ത് മറക്കാതെ. ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് അത് അങ്ങനെ അടിയിൽ കൊണ്ടുപോയി ഒരു പാൻസ് ഇട്ട് പിന്നെ ഒരു കുപ്പായം ഇട്ടാൽ ഔറത്ത് മറയുന്ന. ഔറത്ത് മറയണമെങ്കിൽ ചുറ്റുഭാഗത്തു നിന്ന് മറയണം, മേൽഭാഗത്ത് മറയണം, കുടുങ്ങിയിരിക്കണം. ബനിയനിട്ടാൽ മറയുന്ന ചിലരുടെ ധാരണ, റുക്കുവിലേക്ക് പോയാൽ ബനിയൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഒരു പ്രവേശമുണ്ടാകും. അതിങ്ങനെ നോക്കിയാൽ കാണണമെന്നില്ല. അതിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടൈറ്റായി നിൽക്കാത്ത കാലത്തോളം ഔറത്ത് മറയില്ല. അപ്പോൾ നേതാക്കന്മാരായവർ, SSFൻ്റെ ലീഡർമാരായിട്ട് കൂർത്ത തലയുള്ളവർ, പാൻസ് താഴ്ത്തിയെടുത്തവർ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഉമ്മത്തു റസൂലില്ലാഹ്, അതിൽ അഭിമാനം വേണം. മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന്. പാൻസ് ഉടുക്കാം, കഴിയുന്നതും ഇൻ ചെയ്യാതിരിക്കല നല്ലത്. ഇൻ ചെയ്യരുത്. കാരണം ഇന്നത്തെ ടൈലേഴ്സിന് പഴയ കാലത്തെ പോലെ പാൻസ് അടിക്കാൻ അറിയില്ല. ബാഗി പാൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇന്ന് അത് അടിക്കാൻ അറിയില്ല. മുടി വെട്ടാൻ അറിയാത്ത ബംഗാളികളെപ്പോലെ പാൻസ് അടിക്കാൻ അറിയാത്ത ബീഹാരികളാണ് നമ്മുടെ ടൈലർമാർ. ഒന്നുകിൽ അവരുടെ തകരാറ്, അല്ലെങ്കിൽ നമ്മുടെ തകരാറില്ല. നമ്മളാരെങ്കിലും മോശമുണ്ടോ? മോശമുള്ളവരാരാ? ആരുമില്ല. എല്ലാവരും ഉഷാറാണ്. ഉഷാറുള്ളവരൊക്കെ കൈപ്പൊക്കുക. എല്ലാവരും ഉഷാറാണ്. അഭിമാനമില്ലേ? അഭിമാനബോധമുള്ളവർ കൈപ്പൊക്കൂ. എല്ലാവർക്കും ഉണ്ട് അഭിമാനബോധം. ആരാണ് അഭിമാനബോധമില്ലാത്തവർ? ഒരു കുട്ടിയുമില്ല. അപ്പം സുന്നത്തിൽ അഭിമാനമുണ്ടാകണം. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും പാൻസ് ഉണ്ടെങ്കിൽ നമ്മെക്കാൾ പ്രായം കുറഞ്ഞ വലിപ്പം കുറഞ്ഞ ആളുകൾക്ക് ഇന്ന് തന്നെ ദാനം ചെയ്യുക. ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അതൊക്കെ സ്വതക്ക ചെയ്യുക. ഇക്കാക്കയുടെ അല്ലെങ്കിൽ മൂത്താപ്പൻ്റെ പാൻസ് വാങ്ങിയിട്ട് ഇൻ ചെയ്യുന്നത് ഒഴിവാക്കുക. വസ്ത്രം തൂക്കിയിടണം, മടക്കി ചുരുട്ടി വെക്കുകയല്ല വേണ്ടത്. അപ്പോൾ പാൻസ് എടുത്താൽ അതിൻ്റെ മുകളിൽ ഒരു കുപ്പായം തൂക്കിയിടണം. അതിന് കുറച്ച് ഇറക്കവും ഉണ്ടാകണം. മംഗലാപുരത്തുകാരുടെ ഡ്രസ്സ് നല്ല ഡ്രസ്സാണ് അല്ലേ? മംഗലാപുരം ഷേർവാനിയുണ്ട്, 4 ഭാഗത്തും കീറി, എന്നാലും കുറച്ച് ഒരു ഹാഫ് തൈ വരെയെങ്കിലും ഇറക്കമുള്ള കുറേ പേരെ കാണാം. എനിക്ക് വലിയ സന്തോഷമാണ് അത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ നല്ല ഇറക്കമുള്ള കുപ്പായം ഇടണം. സുജൂദിലേക്ക് പോകുമ്പോൾ പിന്നിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ മോഹാലസ്യം അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രം നമ്മൾ ധരിക്കരുത്. അത് തുണിയെടുക്കുന്നവരും വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. എപ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഒന്ന് എല്ലാവരും സുജൂദ് പോകുമ്പോൾ ഒരു ഫോട്ടോ ബാക്കിൽ നിന്ന് എടുത്താൽ മതി, എന്നിട്ടൊന്ന് നോക്കുക, പിന്നെ അവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവായിക്കളയും. അപ്പം മനസ്സിലാകും ഇതിൻ്റെ ഒരു വലിയൊരു വഷളത്തരം. അപ്പോൾ ഇറക്കമുള്ള കുപ്പായം വേണം. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, രോഗം ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.